പ്രിയപ്പെട്ടവരെ, എഴുത്തുവലയിലേക്ക് സ്വാഗതം. സമകാലിക ചുറ്റുപാടെക്കുറിച്ചുള്ള ഒരു അവലോകനം എന്ന നിലയ്ക്കാണ് ഇന്ന് സംഭാഷണം. പ്രത്യേകിച്ച് ആനുകാലിക ചുറ്റുപാടിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണമെന്ന് തോന്നി. സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. അതിലൊരു കാര്യം ആരാണ് നേതാവ് എന്നുള്ളതാണ്. പലപ്പോഴും ജേതാവാണ് നേതാവ് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. നേതാവെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ തന്നെക്കാൾ കൂടുതൽ പരിഗണിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവരെ തന്നെക്കാൾ കൂടുതൽ പരിഗണിക്കുന്ന ഒരാളെ, മറ്റുള്ളവരുടെ വേദനകൾ പ്രധാനമായിട്ട് കാണുന്ന ഒരാളെ, തൻ്റെ ജീവിതത്തെ നിസ്സാരമായി കരുതാൻ മനസ്സ് കാണിക്കുന്ന ഒരാളെ മാത്രമേ നേതാവായിട്ട് അംഗീകരിക്കാൻ കഴിയൂ. അല്ലാതെയുള്ളവർ പലരാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാകാം, പലതരത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നവരാകാം, പല സംഘടനകളുടെയും സ്ഥാനങ്ങളിലിരിക്കുന്നവരാകാം. പക്ഷേ അവർ നേതാക്കളല്ല എന്ന പരമാർത്ഥം നാം തിരിച്ചറിയണം. അങ്ങനെയുള്ളവർ പലപ്പോഴും ആ നിലവാരത്തിനൊത്ത് ഉയരുന്നില്ല. നമ്മുടെ ജീവിത പ്രയാസങ്ങളെ പരിഗണിക്കാൻ കഴിയാതെ പോകുന്ന നേതാക്കന്മാർ ഈ കാലഘട്ടങ്ങളിൽ നടത്തിയ ചില സംഭാഷണങ്ങളെക്കുറിച്ച് കൂടി ഉൾപ്പെടുന്നതുകൊണ്ടാണ് ഈ നേതാക്കന്മാരെക്കുറിച്ചുള്ള പരാമർശിപ്പ് നടത്തിയത്. ആനുകാലികമായി നടന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അനുഭവപ്പെട്ടത് ഇവിടെ എല്ലാ തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിനും എല്ലാ അസമത്വ വാദങ്ങൾക്കും ഒക്കെ അവസരം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. കഴിഞ്ഞ 6 മാസമായി ഒരു തെരഞ്ഞെടുപ്പ് വരുമെന്നുള്ളതുകൊണ്ട് മാധ്യമങ്ങളും ഒട്ടേറെ അപവാദ കഥകളും പരസ്പരമുള്ള ചെളിവാരി എറിയലുകളും അന്വേഷണങ്ങൾ, പ്രഹസനങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടാണ് ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്. അപ്പം അങ്ങനെ കടന്നുപോയ കാലഘട്ടത്തിനകത്ത് സംഭവിച്ച ചില കാര്യങ്ങളെ, നാക്കുപിഴകളല്ല, ചില കാര്യങ്ങളെ ഗൗരവമായി ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊരു പ്രധാന കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിലയ്ക്കുള്ളൊരു കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റത് സംഘടനയ്ക്കകത്തുള്ള ഗ്രൂപ്പിസം കൊണ്ടാണ് എന്നും ജനങ്ങളുടെ ഇടയിൽ അടിത്തറയില്ലാത്തത് കൊണ്ടാണെന്നും അല്ലെങ്കിൽ കോൺഗ്രസ് എടുത്ത നിലപാട് കൊണ്ടാണെന്നും, അതായത് വെൽഫെയർ പാർട്ടിയോട് കൂട്ടുകൂടിയതുകൊണ്ടാണെന്നും, അതേപോലെ തന്നെ മാണി കോൺഗ്രസിനെ പിണക്കിയത് കൊണ്ടാണെന്നും നിലയ്ക്കുള്ള നിരവധിയായ ചർച്ചകൾ വന്നു. അവസാനം അവരുടെ പാർട്ടിയുടെ സംഘടനാ സ്ഥാനത്തിരിക്കുന്നവർ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടിട്ടില്ല, പരാജയം വെറും തോന്നലാണ്, പഴയതിനേക്കാൾ മെച്ചപ്പെട്ടിട്ടേ ഉള്ളൂ സ്ഥിതി, ആൾ മരിച്ചുപോയി, എങ്കിലും കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണ പറയുമല്ലോ, ഓപ്പറേഷൻ സക്സസ്, പേഷ്യൻ്റ് ഇസ് ഡൈഡ്. അപ്പം അതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പൊതുവിൽ തർക്കത്തെ പരിഹരിക്കാനായി. സംഘടനാപരമായത് അവരുടെ കാര്യമാണ്, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇപ്പോഴും ചിന്തിക്കുന്നില്ല മതനിരപേക്ഷതയുമായി ഏത് തലത്തിലാണ് ഒരു ബന്ധം ഹൃദയത്തിൽ വച്ചിട്ടുള്ളതെന്ന്. രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് നിലപാടെടുക്കാനായിട്ടാണ് പിഴച്ചു പോയതെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളോട് എൻഗേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നില്ല. എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനം ആരുടെയെങ്കിലും അഴിമതിയെക്കുറിച്ച് വിളിച്ചു പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അഴിമതി ഉണ്ടാകുമ്പോൾ അത് അന്വേഷിക്കാനും അന്വേഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യണം, അതിനെക്കുറിച്ചൊന്നും തർക്കമില്ല. പക്ഷേ അഴിമതി ആരോപണങ്ങളാണ് വിജയം നൽകുന്നത് എന്ന തെറ്റിദ്ധാരണ എത്ര അബദ്ധമാണ് എന്ന് നമ്മൾ കണ്ട നാളുകളാണത്. യഥാർത്ഥത്തിൽ അഴിമതി ആരോപണങ്ങൾ കൊണ്ട് മുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പത്രമാധ്യമങ്ങളും ഈ പറഞ്ഞ പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ചേർന്ന് സംസ്ഥാനത്ത് ഉയർത്തിക്കൊണ്ടുവന്നു. അതിനെ അതിജീവിക്കാനായിട്ട് ഭരിക്കുന്നവർക്ക് കഴിഞ്ഞതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? 2 കാര്യമാണ്. ഒന്ന്, ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധം, ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഭാവം. അത് ഏറ്റവും താഴേക്കടയിൽ തൊട്ട് നിവൃത്തിയാക്കാനായിട്ട് ഇടതുപക്ഷ മുന്നണിക്ക് കഴിഞ്ഞു എന്നതാണ് വിജയത്തിന് കാരണം. വേറെ അതിനകത്ത് ഒരു സൂത്രപ്പണിയില്ല, വളരെ എളുപ്പത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചോദിക്കും, കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഈ മോദി ജയിച്ചതെന്ന്? അവിടെയും ഇടപെടൽ തന്നെയാണ്. അവിടെ ഇടപെട്ടത് ജാതി കൊണ്ടാണ്, മതം കൊണ്ടാണ്. ഇവിടെ ഇടപെട്ടത് വികസന പ്രവർത്തനം കൊണ്ടാണ്. ആളുകളുടെ കാര്യങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കൊറോണ വന്നപ്പോഴാണെങ്കിലും പ്രളയം വന്നപ്പോഴാണെങ്കിലും എങ്ങനെ ഇടപെട്ടു എന്നതാണ്. പിന്നെ മതനിരപേക്ഷമായ നിലപാടുകൾ എത്രത്തോളം പുലർത്തിയെന്നുള്ളതാണ്. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലും കണ്ടാണ്. കേരളത്തിൽ BJPക്ക് ഈ പറഞ്ഞ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കോൺഗ്രസ് നേതാക്കന്മാർ എന്ന് പറയുന്ന ആളുകൾ തിരിച്ചറിയണം, ഈ മഹിമപ്രഭാവം പറഞ്ഞതുകൊണ്ടോ ഇങ്ങനെ മുഷ്ക് കാണിച്ചതുകൊണ്ടോ ഒരു കാര്യമില്ല. താഴേക്കിടയിൽ ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റണം. ഒരു ബന്ധവും സാധാരണക്കാരായിട്ടില്ല, ജീവിത നിലപാടുകളുമായിട്ടില്ല, ആരുടെയും കഷ്ടതയിൽ ഒത്തു നിൽക്കാൻ പറ്റുന്നില്ല. കൊറോണ വന്നു,
പ്രളയം വന്നു, കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. ചെളി വാരി അറിയാൻ ചെളി കിട്ടുമെന്നാണ് പ്രളയത്തിൻ്റെ അകത്തും അന്വേഷിച്ചത്, മനുഷ്യനിർമ്മിത പ്രളയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അല്ലാതെ പ്രളയത്തിൽ വേദന അനുഭവിക്കുന്നതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പറ്റണ്ടേ? അന്ന് പറ്റിയില്ല. ഇപ്പോൾ കൊറോണ വന്നില്ലേ, കൊറോണ വന്നപ്പോൾ ആ കൊറോണ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊറോണയെ ലഘൂകരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും കൊറോണ ചൂട് വന്നാൽ മാറിപ്പോകുന്ന പൊട്ടത്തരം പറയുകയും അമേരിക്കയാണ് അനുകരിക്കേണ്ടതെന്ന് പറയും. അങ്ങനെ നിരവധിയായ തെറ്റുകളിലൂടെ പോകുകയും ഈ സ്പ്രിംഗ്ലർ പോലുള്ള കുറേ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിനകത്ത് ബഹളം ഉണ്ടാക്കി, സമരം ഉണ്ടാക്കി, കൊറോണ പടർത്തുകയും ചെയ്യുന്ന പ്രവൃത്തിയിലല്ലാതെ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ ആരുടെയെങ്കിലും രോഗം അന്വേഷിക്കുന്ന കാര്യത്തിലോ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇടപെടുന്ന കാര്യത്തിലോ ഒരു കാര്യം നിവൃത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പരാജയ കാരണമെന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് പാരമ്പര്യം പറയുമ്പോൾ ഇത്രയും പ്രായമായതല്ലേ ഈ കെടുതിയൊക്കെ ഉണ്ടാകുമെന്ന നിലയ്ക്കല്ല കാണിക്കേണ്ടത്. വളർച്ച കീഴ്പോട്ടല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഹൃദയപരമായ നിലപാടുകളിൽ മാറ്റമുണ്ടാകണം. കോൺഗ്രസും എല്ലാ രാഷ്ട്രീയ സംഘടനകളും രാജ്യത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമായി പോയാൽ അവിടെ ഏകാധിപത്യമാവുമല്ലോ. അങ്ങനെ ജനാധിപത്യത്തിനകത്ത് എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങളും നിലനിൽക്കേണ്ടതുണ്ട്, എല്ലാത്തരം അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെന്ന് പറയുന്ന ആളുകൾ ഗൗരവമായി ചിന്തിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചല്ലോ, അവരോട് നമുക്ക് പറയാനുണ്ട്, കുറച്ചുകൂടിയൊക്കെ ഉത്തരവാദിത്വത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. കുറേ കൂടി സേവന സന്നദ്ധതയും മറ്റുള്ളവരോടുള്ള പരിഗണനയും വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. തെരഞ്ഞെടുപ്പ് വിജയം ഒരു വശത്തുനിന്ന് കാണുമ്പോൾ ഒരു ജയമാണ്, നേട്ടമാണ്. പക്ഷേ ഒരു അധിക ബാധ്യതയും ഒരു ചുമതലയും കൂടിയാണ് അതെന്ന കാര്യം ഓർക്കണം. അത്തരം ഒരു ഓർമ്മ അവർക്കും ഉണ്ടാകുന്നത് നല്ലത്. ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ്. അപ്പം അതിൽ ഒരാൾ നമ്മുടെ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഒരു നല്ല നടനാണ് കേട്ടോ. എനിക്ക് അദ്ദേഹത്തെ ചില സിനിമകളിലൊക്കെ ഇഷ്ടമാണ്. പൊതുവിൽ അദ്ദേഹത്തിന് പറ്റിയ പരിപാടി കമ്മീഷണർ പോലെയുള്ള സിനിമകളിലെ ബലം പിടിച്ചുള്ള അഭിനയമാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പരിപാടി. അപ്പോൾ അദ്ദേഹം അങ്ങനെ വളരെ അധികാരമുള്ള ഒരാളാണെന്ന് അദ്ദേഹത്തിന് എപ്പോഴും തോന്നാറുണ്ട്. ഡയലോഗിന് അകത്ത് കഥ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞല്ലോ, തൃശ്ശൂരിന് ഞാനിങ്ങ് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതേപോലൊരു വങ്കത്തരം വേറെ പറയാനില്ല. അദ്ദേഹം പറഞ്ഞതിനെ കളിയാക്കിക്കൊണ്ട് ഒത്തിരി ട്രോളുകളൊക്കെ വന്നു. യഥാർത്ഥത്തിൽ ആ ട്രോളുകൾക്ക് പോലും തെറ്റുപറ്റി എന്നുള്ളതാണ്. സംഭവിച്ചത് എന്താണ്? തൃശ്ശൂരിന് ഞാനിങ്ങ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ജനാധിപത്യത്തെ മറന്നുപോയി. അദ്ദേഹം നോമിനേറ്റഡ് ആളാണല്ലോ, അദ്ദേഹം എം പി ആയത് നോമിനേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ നോമിനേറ്റഡ് എം പിമാർക്കൊരു കാര്യമുള്ളത് ഈ ചട്ടുകമായിരിക്കാനേ പറ്റൂ. കാരണം പിടിച്ചേക്കണം കൈവിട്ടാൽ എം പി അല്ലാണ്ടായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരാണ് പിടിച്ചേക്കണം ആ പിടിച്ച ആളുടെ കഴിവിനൊത്ത് പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇപ്പോൾ മോദിക്ക് അനുകൂലമായി അദ്ദേഹം അഭിപ്രായം പറയുന്നതിൽ നമുക്കൊരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ അത്ഭുതമോ ഇല്ല, അതിപ്പോൾ സ്വാഭാവികം തന്നെ. പക്ഷെ അദ്ദേഹം തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുകയാണ്, തൃശ്ശൂരിന് ഞാനിങ്ങ് തരികയാണ് എന്നെ എന്നാണ് പറയേണ്ടിയിരുന്നത്. എന്തൊരു പൊട്ടത്തിലാന്ന് നോക്കിയൊരു ജനാധിപത്യത്തെ ഇത്രത്തോളം നീചമായി തരം താഴ്ത്തിയൊരു ഡയലോഗ് വേറെയില്ല. ഞാനിങ്ങ് എടുക്കുക, ഈ അധികാരത്തിൻ്റെ ഒരു മുഷ്ക് ഞാനിതിങ്ങനെ എടുക്കുന്നു, എൻ്റെതാക്കി മാറ്റുന്നു എന്ന് പറയുന്ന ആ പറഞ്ഞ ധാർഷ്ട്യം കലർന്ന സംസാരം യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധമായൊരു സംസാരമാണ്. അതാരും ശ്രദ്ധിച്ചില്ല. ഒരു തമാശയായിട്ട് ആളുകളെ തള്ളിക്കളഞ്ഞു. ഈ സുരേഷ് ഗോപി ഇപ്പോഴും പറഞ്ഞത് 1000 പഞ്ചായത്തുകൾ എടുക്കുമെന്നാണ്. അദ്ദേഹം അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് വിലക്കയറ്റം ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ UPA സർക്കാരിനെതിരെയൊക്കെ വോട്ട് ചോദിച്ച് വോട്ട് മേടിച്ച് കയറിപ്പോയതെന്ന് നമുക്കറിയില്ല. വിലക്കയറ്റം ഒരു കുഴപ്പമില്ലെന്നാണ്. സുരേഷ് ഗോപിക്ക് കുഴപ്പമില്ല, കാരണം അദ്ദേഹം പണ്ടും സുഖമായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ. ഞങ്ങളെപ്പോലെ സാധാരണക്കാരെ സംബന്ധിച്ചല്ലേ വിലക്കയറ്റം ബാധിക്കുക. അദ്ദേഹം പറയുന്ന വിലക്കയറ്റം ഒരു പ്രശ്നമല്ലെന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിനൊക്കെ ആരോടാണ് വിധേയത്വമുള്ളത്? അത് സംസ്ഥാനത്തെ ജനങ്ങളോടൊന്നുമല്ല, അത് നിശ്ചയമായിട്ടും മോദി ഗവൺമെൻറ്റിനോടാണ്. അതുകൊണ്ട് ഈ നോമിനേറ്റഡ് ആളുകൾ എടുക്കുന്ന ഒരു സമീപനം അദ്ദേഹം എടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ മോദി മഹാനാണെന്നാണ്. അദ്ദേഹത്തിന് അത് പറയാം. കാരണം അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി. സിനിമയിൽ ഇപ്പോൾ അധികമില്ലല്ലോ. സിനിമയിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ റോളുകൾ സിനിമയിൽ വരാണ്ടായപ്പോൾ രാഷ്ട്രീയത്തിലൊരു റോൾ കൊടുത്തതാണ് ഈ പറഞ്ഞ MP സ്ഥാനം. അതൊരു രാഷ്ട്രീയ റോളാണ്. അദ്ദേഹം അവിടെ നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അവർ ടൈപ്പ് ചെയ്ത് കൊടുത്ത വാക്കാണ് പറയുന്നത്. അദ്ദേഹം സ്വന്തം വാക്കല്ല പറയുന്നത്. ഒരിക്കലും മലയാളിയായ ഒരു കേരളീയനായ മനുഷ്യന് ഈ ഈ സംസ്ഥാനത്ത് ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ആദ്യകാലത്തൊക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പൊക്കെ ജനസേവ ശിശുഭവൻ്റെ പ്രവർത്തനങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി പേർക്ക് സഹായം ചെയ്യാനൊക്കെ ഇറങ്ങി തിരിച്ചിരുന്ന ഒരാളാണ്. കാനവരെ കോരിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അതൊക്കെ ചെയ്തൊക്കെ വിട്ടുപോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറൊന്നുകൊണ്ടല്ല, ഈ കാന കുറഞ്ഞിടയ്ക്ക് അഴുക്കിപ്പെട്ടുപോയി. അങ്ങനെ അഴുക്കിപ്പെട്ടുപോയിട്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് ഒരു നല്ല രാഷ്ട്രീയ നാടകത്തിലെ അഭിനേതാവായിട്ട് തകർക്കുകയാണ്. അത് ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ നായകനാകാനോ പ്രതിനായകനാകാനോ അദ്ദേഹത്തിന് പറ്റില്ല.
അദ്ദേഹം ഒരു കോമാളിയുടെ റോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നേതാവായിട്ട് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു നല്ല അഭിനേതാവാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സിനിമയിൽ നിന്ന് പോയെങ്കിലും അദ്ദേഹം ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് വേറൊരു മന്ത്രി ഉണ്ടല്ലോ, കേന്ദ്ര സഹമന്ത്രിയാണെങ്കിലും രസകരമാണ് ഡയലോഗ്. അദ്ദേഹം കഴിഞ്ഞ പെട്രോളിന്റെ വില വർദ്ധിച്ചപ്പോൾ പറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആ വിലയോളം ഉയർത്താവുന്ന തീരുവ ഉയർത്തിയിട്ടല്ലേ ഉള്ളൂ, ഇവിടെ വില കൂടിയിട്ടില്ലല്ലോ എന്നാണ് ന്യായം പറഞ്ഞത്. ഇവിടെ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുമ്പോൾ വില കുറയേണ്ടതാണ് ഇവിടെ. അതാണ് UPA സർക്കാർ എടുത്ത് നിലപാടനുസരിച്ചാണെങ്കിൽ ഉണ്ടാവേണ്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറയുമ്പോൾ ഇന്ത്യയിൽ വില കുറയണം. അത് UPA സർക്കാർ ചെയ്തത് തെറ്റാണ്. ആ തെറ്റാണ് ചെയ്തതെങ്കിൽ കുറയേണ്ടതാണ്. അത് കുറയുന്ന സമയത്ത് വില കൂട്ടി വെച്ചിട്ട് അന്താരാഷ്ട്ര വിപണിയിൽ വില കയറുമ്പോൾ കയറിയിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് ബാധ്യതയില്ലെന്നാണ്. ഈ പെട്രോളിന് വില വർദ്ധിച്ച സാധാരണക്കാരനെ വെക്കില്ലെന്നാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് 2 പ്രാവശ്യമാണ് പാചകവാതകത്തിൻ്റെ വില കൂട്ടിയത്. 50 രൂപ 2 പ്രാവശ്യം കൂട്ടി. ഇലക്ഷൻ മുമ്പ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും 50 രൂപ വെച്ച് കൂട്ടി. 2 കൂട്ടിയതാണെന്ന് തോന്നുന്നു. ഒറ്റടിക്ക് കൂട്ടിയെച്ചെങ്കിൽ ഉള്ളത് പോലും കിട്ടൂല എന്നറിയാവുന്നതുകൊണ്ട് 2 കൂട്ടിയതായിരിക്കും. ഏതായാലും അങ്ങനെ 2 പ്രാവശ്യം കൂട്ടി. ആ 1ാമത് കൂട്ടിയപ്പോൾ തന്നെ വി മുരളീധരനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, ഈ പറഞ്ഞ വിലക്കയറ്റം എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞത് ഇത് സാധാരണക്കാരെ ബാധിക്കില്ലെന്നാണ്. അത് ശരിയാട്ടോ. ഇങ്ങനെ പോയാൽ സാധാരണക്കാരെ വിലക്കയറ്റം, ഗ്യാസിൻ്റെ വിലക്കയറ്റം ബാധിക്കില്ല. കാരണം കഞ്ഞി വയ്ക്കാൻ വകയുണ്ടായിട്ട് വേണ്ട ഗ്യാസ് വില വയ്ക്കാൻ. ഇപ്പോൾ കേരള സർക്കാർ കൊടുത്ത അരി ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഗ്യാസിനോടുന്നത്. അല്ലെങ്കിൽ ഗ്യാസിനോടേണ്ട കാര്യമില്ലല്ലോ, പട്ടിണിയായി പോകില്ലേ? അപ്പോൾ അങ്ങനെ പട്ടിണിയാണ് നിലയ്ക്കാണെങ്കിൽ ഗ്യാസിൻ്റെ വില കൂട്ടിയാൽ കുഴപ്പമില്ല. കാരണം പിന്നെ ഗ്യാസിൻ്റെ ആവശ്യമില്ല, ഭക്ഷണമില്ല. പെട്രോളിൻ്റെ വില കൂടിയാൽ ഒട്ടും കുഴപ്പമില്ല. കാരണം പുറത്തിറങ്ങണ്ടല്ലോ. ഈ എണീക്കാൻ പാടില്ലാത്തവനോട് ഇറങ്ങാനാ. ഇനി മാത്രമല്ല ഇപ്പോൾ പറയുന്നത് എന്താ, പറഞ്ഞ് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന നിലയ്ക്ക് ലളിതവൽക്കരിച്ച് പറയാണ്. ഇതൊന്നും ഒരു കാര്യമല്ല. UPA സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ പെട്രോളിന് വില കൂടി 50 രൂപയായ സമയത്ത് കേരളത്തിലെ BJP-ക്കാരടക്കമുള്ള ആളുകൾ കാളവണ്ടി തെളിച്ചുകൊണ്ടും വണ്ടി ഉന്തിക്കൊണ്ടും ഒക്കെ സമരം ചെയ്തു. അങ്ങനെ കാളവണ്ടി ഓടിച്ച കാര്യത്തെക്കുറിച്ച് കേരളത്തിലെ BJP-യുടെ ഒരു പ്രധാന പ്രവർത്തകനോട് ആളുകൾ അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇത്രയും കാലം ഞങ്ങൾ തള്ളി, ഇനിയിപ്പോൾ അവർ തള്ളട്ടെ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കഴിഞ്ഞ കാലത്ത് വില കൂടിയപ്പോൾ ഞങ്ങൾ തള്ളി, ഇപ്പോൾ വില കൂടുമ്പോൾ മറ്റവർ തള്ളട്ടെ എന്ന്. യഥാർത്ഥത്തിൽ ആരുടെ നെഞ്ചത്തിട്ട് വണ്ടി തള്ളുന്ന കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ? നിങ്ങളൊക്കെ നേതാവാക്കിയത് ആരാ? നിങ്ങളൊക്കെ ഏത് കെയർ ഓഫിലാണ് ഇങ്ങനെ വന്ന? ആരെങ്കിലുമൊക്കെ നിങ്ങളെ പിടിച്ച് പൊക്കി ഈ പറഞ്ഞ കാവ്യ ഉടിപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് കൂറുണ്ടാകും. പക്ഷെ ജനത്തിനോട് ഇത്തിരി ധാർഷ്ട്യം പറയാനായിട്ട് ഏത് വകയിലാണ് നിങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? ഏത് അർത്ഥത്തിലാണ്? അതിപ്പോൾ ഞാൻ പറഞ്ഞാലും ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആര് ചെയ്താലും നമ്മളിത് പറയും. കേരളത്തിൽ രസമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ചൊരു കാര്യം നമ്മൾ സാമ്പത്തിക സംവരണം വന്ന സമയത്ത്, സാമ്പത്തിക സംവരണം വന്ന നിലയ്ക്ക് 2.5 ഏക്കർ സ്ഥലം ഗ്രാമത്തിലുള്ളവർ, 49 സെൻറ്റ് സ്ഥലം പട്ടണത്തിലുള്ളവർ, 75 സെൻറ്റ് മുനിസിപ്പൽ അതിർത്തിയിലുള്ളവർ ദരിദ്രരാണ്. 4 ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ദരിദ്രരാണ്. അതായത് ഒരു ദിവസം 1000 രൂപയിൽ കൂടുതൽ വരുമാനമുള്ളതും ദരിദ്രനാണ്. ഞങ്ങളെയൊക്കെ തെണ്ടികളായിട്ടാണ് കൂട്ടേണ്ടത്. കാരണം ഈ പറഞ്ഞ ഭൂമിയില്ല, ഈ പറഞ്ഞതുപോലെ വരുമാനമില്ല. അപ്പം നമുക്കൊരു കാറ്റഗറി കൂടി ഉണ്ടാക്കി തരേണ്ടതാണ്. അത് കേരളത്തിലെ ജനാധിപത്യ സർക്കാർ നോക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കകത്ത് സംവരണം കൊടുത്തതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആർക്കെങ്കിലും കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. യഥാർത്ഥത്തിൽ സംവരണം കിട്ടേണ്ടത് ഈ അധസ്ഥ വിഭാഗങ്ങൾക്കാണ്. അത് കിട്ടേണ്ടതാണ്. ആ അധസ്ഥിതൻ്റെ ഈ പറഞ്ഞ സംവരണത്തെ മാറ്റി എടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമ്പന്നർക്ക് സംവരണം കൊടുക്കുമ്പോൾ സമ്പന്നരിലെ ദരിദ്രരാരാണെന്ന് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ യഥാർത്ഥ ദരിദ്രരെ കണ്ടെത്താനായിട്ട് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അല്ലാതെ എത്രയോ മാർഗങ്ങളുണ്ട്. വെറുതെ നോക്കിയാൽ പോരെ. വരുമാനമില്ലാത്ത മനുഷ്യരെ നോക്കിയിട്ട് ഏറ്റവും വരുമാനമില്ലാത്തവരാരാണെന്ന് നോക്കിയാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് 4 ലക്ഷം വരുമാനമുള്ളവനെയാണ്, 2.5 ഏക്കർ ഭൂമിയുള്ളവനാണ്, 49 സെൻറ്റ് എറണാകുളം പട്ടണത്തിൽ സ്ഥലമുള്ള ഒരാൾ ദരിദ്രനായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പോഴും യഥാർത്ഥ ദരിദ്രൻ തെണ്ടിയാണ്. അത് ഇന്ത്യക്കകത്ത് തെണ്ടിയായി തന്നെ ശേഷിക്കും. കാർട്ടൂണിസ്റ്റ് ശങ്കരൻ്റെ ഒരു പഴയ കാർട്ടൂൺ ഉണ്ടായിരുന്നു, കോമൺ മാൻ. ഇപ്പോൾ ആ കോമൺ മാൻ എന്ന് പറയുന്നത് ഔട്ടായി. അതേപോലെ ഇന്ത്യക്കകത്തും ഈ കോമൺ മാൻ ഔട്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ചില കാര്യങ്ങളിലാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. ഇപ്പം പറഞ്ഞാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് എന്തെങ്കിലും ആഭിമുഖ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മതനിരപേക്ഷമായിട്ട് നിലനിൽക്കുന്നുണ്ട്, രാഷ്ട്രീയമായിട്ട് അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. തെറ്റ് കണ്ടാൽ നമ്മൾ അവിടെയും പറയും. അപ്പം അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് ഇത്തരത്തിൽ ഈ ജനങ്ങളെ മെക്കിട്ട് കയറുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ നെഞ്ചത്ത് വണ്ടി ഉരുട്ടി കളിക്കാമെന്ന് പറയുന്ന ഈ സ്വഭാവത്തിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകണം.
രാജ്യത്ത് നടക്കുന്ന കർഷക പ്രക്ഷോഭത്തെ കുറിച്ചുകൂടി പറയട്ടെ. ഇവിടെ കേരളത്തിൽ കർഷകർക്ക് വലിയ സ്വാധീനമില്ലെന്ന് നമ്മൾ വിചാരിച്ചത്. കർഷകരെ കൊണ്ടൊരു കാര്യമില്ലെന്നാണ്. ഈ നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണിയും ഈ ഉണ്ടാക്കുന്ന കണ്ണീരണിഞ്ഞതുണ്ടാക്കുന്ന ആളുകൾക്ക് കൂലി കിട്ടാതെ പോകുന്നത് മാത്രമല്ല ഇതിൻ്റെ പുറകിലുള്ള പ്രശ്നം. ഇത് നമ്മളെ കൊള്ളയടിക്കാനായി, പ്രത്യേകിച്ച് ഉപഭോക്തൃ സംസ്ഥാനമായ നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ആ കോർപ്പറേറ്റ് സംവിധാനത്തെ എതിർക്കാനായിട്ട് ജിയോ ഉപേക്ഷിക്കാനോ കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാനോ ഇപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. ശക്തമായൊരു കർഷക സമരം കേരളത്തിൽ നിന്നുണ്ടാകുന്നില്ല. അത് ഈ പറഞ്ഞ ഇടത് രാഷ്ട്രീയ കക്ഷികളൊക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഈ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ പാവപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നിശ്ചയമായിട്ടും കർഷകരുടെ കാര്യത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഒരു ഉത്കണ്ഠയും ശ്രദ്ധയും ഉണ്ടാകേണ്ടതാണ്. പല കാര്യങ്ങളും ഇതിനൊക്കെ ഇടയ്ക്ക് തമസ്കരിക്കപ്പെട്ടു പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, മൊറട്ടോറിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ മൊറട്ടോറിയം വിഷയത്തിൽ ഒരു എതിർപ്പിൻ്റെ വാക്ക് പറയാനായിട്ട് കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് കഴിഞ്ഞില്ല. ഇത്രയും ആളുകൾ ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് ഇപ്പോഴും പ്രശ്നങ്ങളിലായിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരാൾക്ക് വേണ്ടിയും വാദിക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ കർഷകരുടെ പ്രശ്നം വന്നു. ഉചിതമായ നിലപാട് കേസ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന, ഒരു കർഷക സമരത്തിന് ഈ കേരളത്തിൽ എന്താ സാധ്യതക്കുറവ്? കേരളത്തിലെ കർഷകർക്ക് വിലയില്ല. ഇവിടെ നമ്മളിങ്ങനെ കാർഷിക മേഖല തകർന്ന് വെറും സർവീസ് സെൻ്ററുകളായി മാറി, ഉപഭോക്തൃ സംസ്ഥാനമായിട്ട് മാറി, ഇങ്ങനെ വിദേശത്തും അവിടെ ഇവിടെയും പോയി പണിയെടുത്ത് നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാം വാങ്ങിത്തിന്ന് രോഗികളാകുന്നവരായിട്ട് മാറി. ഓർക്കേണ്ടതുണ്ട്, വികസനം എന്നതിന് ഇപ്രകാരം അവരോട് കൂടെ ചേർന്ന് നിൽക്കുക എന്നൊരു ദൗത്യം കൂടെയുണ്ട്. അതുകൊണ്ട് കർഷക സമരത്തോട് അനുകൂലമായൊരു നിലപാടെടുക്കാൻ നമുക്ക് കഴിയണം. കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളെ നിഷേധിക്കുന്ന സമരത്തിൻ്റെ മാതൃക നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ പറ്റണം. ഒരു രസകരമായ കാര്യമുള്ളത്, സംവരണത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ 4 ലക്ഷമായിട്ടാണ് ഇടതുപക്ഷ സർക്കാർ അത് നിജപ്പെടുത്തിയത്. അത് 10 ലക്ഷമാക്കണമെന്നായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ ആളുടെ വാദം. ദരിദ്രൻ്റെ വരുമാനം 10 ലക്ഷം ആക്കണം. ഇതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സ്ഥിതി. അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ, ആ കക്ഷികൾ എന്ന നിലയ്ക്കുള്ള തമ്മിത്തല്ലുകൾക്കിടയ്ക്ക് ഈ പാവപ്പെട്ട ജനങ്ങളെ കൂടി ഓർക്കണം. ഞങ്ങളിവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, അവരെ കൂടി ഓർക്കണം. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടാകണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ വെറുതെ പട്ടിണി പാവങ്ങളെന്ന് സാധാരണക്കാരെന്ന് പറഞ്ഞിരിക്കാതെ സമരത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാകണം. നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾക്കകത്ത് ഇടപെടാതിരിക്കുന്ന അരാഷ്ട്രീയവാദത്തിൻ്റെ സ്വഭാവം അപകടകരമായ തിന്മയാണ്. അത് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു സ്വന്തം ഉത്തരവാദിത്വമുണ്ട് നമുക്ക് രാജ്യത്തോട്, ഇവിടെ നിലനിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയോട്, മതനിരപേക്ഷതയോട് എന്നൊരു ബോധം നമുക്കുണ്ടാകണം. അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും പങ്കുചേരാൻ കഴിയേണ്ടതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തലോടെ അവസാനിപ്പിക്കുന്നു.